ഗൈസ്, സൂപ്പർ ലീഗ് കേരളയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഇന്നലെയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് UK ബേസ്ഡ് ആയിട്ടുള്ള sports.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഗ്ലോബൽ കൊമേഴ്സ്യൽ ആൻഡ് ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് SLKയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 11.6 മില്യൺ ഡോളർ എന്ന് പറയുന്ന ഒരു ബിഗ് ഡീലാണ്. ഓൾമോസ്റ്റ് 100 കോടി ഇന്ത്യൻ രൂപ വാല്യൂ വരും ഈ 5 വർഷത്തേക്കുള്ളൊരു ഡീൽ എന്നുള്ളതാണ്. നമുക്കറിയാം, മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ളവരാണ് എന്നുള്ള, അത്രയും ഫുട്ബോളിനോട് ക്രേസ് ഉള്ളവരാണ്. അപ്പം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അതുപോലെ GCC കൺട്രീസിൽ, അതുപോലെ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് മലയാളി സാന്നിധ്യം കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ ഇത് ബ്രാൻഡ് ചെയ്ത് ഒരു സ്ട്രീം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് sports.com എന്ന് പറയുന്ന ഒരു ആപ്പ് എത്തിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ ആയിരുന്നു ഈ ഒരു അക്രോസ് ദി വേൾഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ sports.com തന്നെ അത് നേരിട്ട് എത്തിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം സബ്സ്ക്രിപ്ഷൻ പാറ്റേണിലായിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ സ്ട്രീം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകും. അതുപോലെ പല ഫീച്ചേഴ്സും ഇനി മുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ട് SLKയുടെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് സീസൺ ടോട്ടൽ വ്യൂസ് ആയിട്ട് SLKക്ക് വന്നത് ഏതാണ്ട് 13 മില്യൺ ആണ് എന്നുള്ളതാണ്. അതൊരു പീക്ക് നമ്പർ തന്നെയാണ് ഒരു സ്റ്റേറ്റ് ലീഗിൻ്റെ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും. തൊട്ടടുത്ത സീസണിൽ 100 കോടി ഇന്ത്യൻ രൂപയ്ക്ക് ഒരു റൈറ്റ്സ് വിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ അത് മാസീവായിട്ടുള്ള, കാരണം ആ കണക്കുകൾ വെച്ചിട്ട് അതൊരു മാസീവായിട്ടാണ്. പ്രത്യേകിച്ച് sports.com എന്ന് പറയുന്ന ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ഇങ്ങനത്തെ ഒരു റൈറ്റ്സ് സ്വന്തമാക്കുന്നത്. അത് ഒരു സ്റ്റേറ്റ് ലീഗ് എന്ന് പറയുന്ന തലത്തിലേക്ക് വരുമ്പോൾ അത് ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അടിപൊളി. ഈ SLKയുടെയൊക്കെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ISL തന്നെ നമുക്കറിയാം വളരെ പ്രശ്നത്തിലൂടെ, നഷ്ടത്തിലൂടെയൊക്കെയാണ് ആ സാഹചര്യത്തിൽ പൊക്കോണ്ടിരുന്നത്. അപ്പം ഒരു സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ലീഗ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ അതിനൊരു ബ്രേക്ക് ഈവൻ സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരാം? അതിൽ 2 കോടി രൂപയോളം പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, 1.5 കോടി രൂപ ഫ്രാഞ്ചൈസി ഫീ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഒരു വർഷത്തെ ഒരു ക്ലബിൻ്റെ ഓൾമോസ്റ്റ് 8 കോടി രൂപ വരെയൊക്കെ ചിലവ് വരുന്നൊരു പരിപാടിയാണ്. അവിടെ നിന്ന് എങ്ങനെ ഈ ഒരു ലാഭത്തിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും? ISLൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഓരോ വർഷം കഴിയുന്തോറും നഷ്ടം കൂടി വരുന്നതല്ലാണ്ട് എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ദിശാബോധം പോലും ഇല്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. ആ ഒരു ഗതിയിലേക്ക് തന്നെ SLK പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്ലാൻ, അതായത് ഈ ഒരു 100 കോടിയുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ഡീല് നടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 100 കോടി 5 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡീല് തന്നെയാണ്. അത് ഓരോ വർഷം ക്ലബ്ബുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ എമൗണ്ട് തന്നെ ലഭിക്കും. അതിന് പുറമേ സെൻട്രൽ പൂൾ റവന്യൂ, പിന്നെ ടിക്കറ്റ് ഒരു റവന്യൂ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ക്ലബിന് ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലാഭത്തിലേക്ക് അങ്ങ് എത്തുമെന്നുള്ളതല്ല, പക്ഷേ തരക്കേടില്ലാത്ത രൂപത്തിൽ, വലിയ പരിക്കേടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു ലീഗ് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ എമൗണ്ട് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് ഈവൻ്റെ ഒരു പാത അവിടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു അൺസർട്ടനിറ്റി അല്ല ഇവിടെ ഉള്ളത്. ഇവിടെയാണ് നമുക്ക് ISLൻ്റെ കാര്യം പറയേണ്ടത്. ISLന് ഒരു ക്ലബിന് ഒരു വർഷം ഏതാണ്ട് 40 മുതൽ 55 കോടി രൂപ വരെയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടിയുള്ളൊരു ചിലവ് വരുന്നത്. അതിൽ സാലറി വരും, ഫ്രാഞ്ചൈസി വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. ഇതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് സെൻട്രൽ പൂൾ റവന്യൂ ആണ്. അതുപോലെ തന്നെ മറ്റ് ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്ലബ്സിനും കിട്ടുന്ന റവന്യൂ, പിന്നെ ടിക്കറ്റ് റൈറ്റ്സും മെർച്ചൻഡൈസും ഒന്നും വലിയ തോതിൽ മിക്ക ക്ലബുകൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും എല്ലാ വർഷവും 20 മുതൽ 35 കോടി രൂപ നഷ്ടത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ FSDLൻ്റെ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ FSDL ഇതിൽ സ്റ്റാറും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 9 വർഷത്തിൽ ഈ ISL ക്ലബ്ബുകൾക്ക് സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽ എമൗണ്ട്സ് ഒന്നും കിട്ടുന്നില്ല. മൊത്തത്തിൽ സെൻട്രൽ പൂൾ റവന്യൂ നിന്ന് കിട്ടുന്ന എമൗണ്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് സ്പോർട്സ് 18 അങ്ങനത്തെ ഒരു ബ്രോഡ്കാസ്റ്റ് ഡീല് കൊണ്ടുവരുന്ന ഒരു പരിപാടിയിലേക്കൊക്കെ വന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ലീഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ സോഴ്സ് ആണ് സാറ്റലൈറ്റ് റൈറ്റ്. അത് ലോകത്തിലെ ഏത് ലീഗിൻ്റെ എടുത്തു കഴിഞ്ഞാലും, IPL തുടങ്ങി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ടൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഭയങ്കര എമൗണ്ട് ആയിരിക്കും സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വളരെ എമൗണ്ട് കുറവൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സ്പോൺസർഷിപ്പ് ഡീൽ എന്ന് പറയുന്നത്. അപ്പം അത് 0 ആകുമ്പോഴത്തേക്കും തന്നെ ക്ലബ്ബുകൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ SLKയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള രീതി, ഇപ്പം ഫസ്റ്റ് സീസണിൽ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം അവർ അങ്ങോട്ട് പണം കൊടുത്ത് സ്റ്റാറിൻ്റെ നിന്ന് സ്ലോട്ട് വാങ്ങിക്കുന്ന ഒരു രീതിയാണ്
ചെയ്തത്. ആദ്യത്തെ സീസണിൽ അവർ സ്റ്റാറിലും ഹോട്ട്സ്റ്റാറിലും മലയാളം ചാനൽസും മറ്റിടത്തുമൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുത്തു. അതിൽ എമൗണ്ട് ഒന്നും റിട്ടേൺ കിട്ടുന്നൊരു പരിപാടിയില്ല, അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി തന്നെയാണ് സ്ലോട്ട് എടുത്തിട്ടുള്ളത്. എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടിയ വ്യൂസ് അവർ മാർക്കറ്റ് ചെയ്ത് ഇത്രയും ഒരു എമൗണ്ടിൻ്റെ ഒരു വലിയ ഡീൽ ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാണെങ്കിലും നെക്സ്റ്റ് സീസൺസിലൊക്കെ എങ്ങനെ SLK മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇത് ആക്ച്വലി ഒരു മാസീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പം തീർച്ചയായിട്ടും സൈനിങ് ഓഫ്.